നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു കൊച്ചു മിടുക്കനുണ്ട് പെരിന്തൽമണ്ണയിൽ. പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ നിന്നൊന്നും മെഡലുകളില്ലാതെ ഓജസ്വിൻ മടങ്ങാറില്ല. കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയ ഈ മിടുക്കന് ആദരവുകൾ ഏറ്റുവാങ്ങുന്ന തിരക്കിലാണ്. The attack came from the inside and he at the turn moved ahead to the first position, now being followed by racer number 671 Ojaswin V of Kerala. The last lap in progress. ഞാൻ 5ാം വയസ്സിൽ തുടങ്ങി. ആദ്യം ഞാൻ ഇവിടെ പെരിന്തൽമണ്ണയിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനൊക്കെ പോയി. ഡിസ്ട്രിക്റ്റിൽ 3 ഗോൾഡ് നേടി സ്റ്റേറ്റിൽ പോയി. അവിടെ നിന്ന് ഒന്ന് പാലക്കാടായിരുന്നു. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു സിൽവർ കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസ്ട്രിക്ട് ഇതായി വീണ്ടും പോയി വീണു ആദ്യത്തെ ഇതിൽ വീണു, എന്നിട്ടൊന്നും കിട്ടിയില്ല. സ്റ്റേറ്റിൽ പോയി, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഈ വർഷം വീണ്ടും ഡിസ്ട്രിക്ട് ഇറങ്ങി സ്റ്റേറ്റ് ഓടി 2 ബ്രോൺസ് 1 ഗോൾഡ് നേടി നാഷണലിലേക്ക് പോകുന്നു. അച്ഛനായിരുന്നു എൻ്റെ റോൾ മോഡൽ. അച്ഛൻ ഓടി എനിക്ക് വീണ്ടും അത് ഇങ്ങനെ മൈൻഡിൽ കയറി വീണ്ടും പ്രാക്ടീസ് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തു. ഇങ്ങനെ ഒളിമ്പിക്സ് മെഡൽ കിട്ടാനാണ് ആഗ്രഹം. ഉത്തർപ്രദേശ് നോയിഡയിൽ ഓഗസ്റ്റ് 14 മുതൽ 18 വരെ നടന്ന ഓപ്പൺ നാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1000 മീറ്ററിൽ 4-മതും 500 മീറ്ററിൽ 6-മതുമായി നാഷണൽ ലെവലിൽ ആദ്യ 10 റാങ്കിലും ഓഗസ്റ്റ് 21 മുതൽ 24 വരെ പാലക്കാട് കണ്ണാടിയിൽ നടന്ന CBSE സൗത്ത് സോണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 500 മീറ്ററിൽ വെള്ളിയും 1000 മീറ്ററിൽ വെങ്കലവും റോഡ് 1 ലാപ്പിൽ സ്വർണവും നേടി മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ഓജസ്വിൻ നാഷണലിസ്റ്റ് യോഗ്യത നേടിയിരിക്കുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും മെഡലുകളും ഹരിയാനയിൽ നടന്ന CBSE നാഷണൽസിലും യോഗ്യതയും നേടി. കോയമ്പത്തൂർ സ്വദേശിയായ കോച്ച താക്കുന്തറയുടെ പരിശീലനത്തിലാണ് ഓജസ് ഇപ്പോൾ. പെരിന്തൽമണ്ണ ഹൗസിംഗ് കോളനിയിലെ അഭിജിത്ത് സുഷമ ദമ്പതികളുടെ മകനായ ഓജസ്വിൻ പെരിന്തൽമണ്ണ സേക്രഡ് ഹാർട്ട് CMI സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ്. ആദ്യം നമ്മളിവിടെ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ ഓരോ മീറ്റ് വരുമ്പോൾ നമ്മൾ അതിൽ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ തുടക്കം വെച്ചു. അപ്പോൾ ഇവിടെ ഒരു പ്രയോറിറ്റി ഇല്ല, ഇവിടെ നമുക്ക് സൗകര്യങ്ങളില്ല. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാടിലോട്ട് പ്രാക്ടീസ് മാറി. പാലക്കാട് ഞങ്ങൾ ഒരുവിധം ഒരു 2 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അവിടെ നിന്നും ഇവൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് ഉള്ളതുകൊണ്ട് ഒരു പ്രാക്ടീസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തങ്കദുരൈ എന്ന് പറഞ്ഞ ഒരു സാർ അണ്ടറിലാണ് ഇപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 2 നാഷണൽ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്രാവശ്യം CBSE സൗത്ത് സോണിൽ മെഡൽ അടിച്ചു, നാഷണൽ സെലക്ഷൻ കിട്ടി. അതുപോലെ ഡിസ്ട്രിക്റ്റിന് ക്വാളിഫൈഡായി, സ്റ്റേറ്റ് മീറ്റിലും മെഡലുകൾ നേടി ക്വാളിഫൈഡായി. ഇനി അടുത്ത് കേരളത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാക്ടീസിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് പണ്ട് മുതലേ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് രക്തത്തിലുള്ള പോലെയാണ്. ഞാൻ ആദ്യം സ്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡേർട്ട് ബൈക്ക് റേസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതെല്ലാം കണ്ടുകൊണ്ട് അവനിന്ന് എന്തോ ഒരു ഭാഗ്യമുണ്ട് നമ്മളെ കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവൻ എത്തിപ്പെടാൻ കഴിയുന്നുണ്ട്. പെരുമ്പാവൂരിൽ നടന്ന കേരള റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മുതൽ 12 വയസ്സുവരെയുള്ള കാറ്റഗറിയിലെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2 വെങ്കലവും 1 സ്വർണവും കരസ്ഥമാക്കിയ ഓജസ്വിന ഡോക്ടർ നിലാർ മുഹമ്മദ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. അവനിപ്പോൾ നാഷണൽ ലെവലിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോവുകയാണ്. അതിൻ്റെ ഒരു സെൻഡ് ഓഫും അതിനെ ഒരു മോട്ടിവേഷൻ നിലക്കാണ് നമ്മളിന്ന് അവനെ ഇവിടെ സ്വീകരിച്ച് ഒരു സമ്മാനമൊക്കെ നൽകിയത്. നമുക്കറിയാം പെരിന്തൽമണ്ണ എന്ന വലിയൊരു പട്ടണം തന്നെയാണ്. നമുക്ക് സ്പോർട്സ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അതിന് കുറേയൊക്കെ മോഡിഫിക്കേഷനും ഒക്കെ വരുത്തേണ്ടതുണ്ട്. അതിനൊരു ടോയ്ലറ്റും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒരു സ്പോർട്സ് കോംപ്ലക്സ് നമ്മൾ പെരിന്തൽമണ്ണയുടെ പലരുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അതിനെത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ നെഹ്റു സ്റ്റേഡിയം, അതിൽ നമ്മൾ ജിമ്മ് ഉണ്ട്, അതിനുവേണ്ടി ഒരു മേൽക്കൂര വേണം, അതോടൊപ്പം അവിടെ ഒരു ബാത്റൂം വേണം. അതിന് ചുമരുകളെല്ലാം വൃത്തിയാക്കി നല്ല ടൈലിട്ട് ഒരുപാട് പേര് രാവിലെ തന്നെ ഒരുപാട് ജോഗിങ്ങിനും എക്സസൈസിനും വേണ്ടി വരുന്ന ഒരു സ്റ്റേഡിയമാണത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് തന്നെ പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അത് അതിൻ്റെ ഒരു തീരുമാനം കൂടെയാണ്. ചടങ്ങിൽ റിട്ടയേർഡ് DYSP മുഹമ്മദ്, MM മുസ്തഫ, ഡോക്ടർ മുനീഫ്, കിഴിശ്ശേരി മുസ്തഫ, ഉമാദേവി, ഷാഹുൽ ഹമീദ് M, അമ്മിണി ടീച്ചർ തുടങ്ങിയവരും സംബന്ധിച്ചു.
Anjum Hypermarket, exceeding expectations.